ആണ് ഇന്ന് സഭയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നതായ ചിന്താ വിഷയം എന്ന് പറയുന്നത്. 12-ാം വാക്യത്തിൽ വായിച്ചു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. നോയമ്പിന്റെ 50 ദിനങ്ങളിലാണ് നാം പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ദിവസങ്ങൾ. നോയമ്പ് എന്ന് പറയുന്നത് പാപങ്ങൾ ഏറ്റുപറയുവാൻ, സ്വയം ശോധന ചെയ്യുവാനായിട്ടുള്ളതായ ദിനങ്ങളാണ്. കുറവുകൾ പരിഹരിക്കണം, കർത്താവിനോട് ചേർന്ന് ഇരിക്കുവാനായി സാധിക്കണം. നമ്മൾ പറയും ജീവിതത്തിലൊക്കെ തടസ്സങ്ങളാണ്. ആരാണ് കാരണക്കാരൻ? നമ്മുടെ കുടുംബാംഗങ്ങളാണോ, നമ്മുടെ ഭാര്യയാണോ, മക്കളാണോ, ഭർത്താവാണോ, സഹോദരങ്ങളാണോ? അല്ല, നാം തന്നെയാണ് കാരണക്കാരൻ. കാരണം നമ്മുടെ പാപങ്ങൾ നാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നില്ല, പരിഹരിക്കപ്പെടുന്നില്ല. ഒരു മടങ്ങി വരുവാണ് ഈ നോയമ്പ് ദിനങ്ങളിൽ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ പകൽക്കാലം ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഈ നോയമ്പ് ദിനങ്ങളിൽ അതിനായിട്ട് നമുക്ക് മാറണം. ഇന്ന് 12-ാമത്തെ വാക്യത്തിൽ വായിച്ചു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. നമ്മളെ കുറിച്ചും അങ്ങനെ ഒരു ചിന്തയുണ്ടാവണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നെയും നിങ്ങളെ കുറിച്ച് ഈ നോയമ്പ് കാലങ്ങളിൽ ഇങ്ങനെ എല്ലാവരും പറയണം. എന്റെ ദൈവമേ, എന്റെ ആൾക്ക് ഈ നോയമ്പ് ദിനങ്ങളിലൂടെ ഒരു മാറ്റമുണ്ടായി. ഈ സഹോദരിക്ക്, എന്റെ ഭാര്യയ്ക്ക് ഒരു മാറ്റമുണ്ടായി. ഇന്ന് ഈ നോയമ്പ് കഴിഞ്ഞപ്പോൾ ആരെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞില്ലല്ലോ, സ്തോത്രം എന്ന് പറയുവാനായിട്ട് സാധിക്കും. നോയമ്പ് നോക്കിയത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേടുവാനായിട്ടോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടോ സാധിക്കുകയും ജീവിതങ്ങളിൽ ഒരു രൂപാന്തരം ഉണ്ടാകണം. അന്യോന്യ ഭാരങ്ങളെ ചുമക്കുവാനായിട്ടുള്ള വിളി ഈ നോയമ്പ് നാളിൽ മറ്റുള്ളവരുടെ വേദനയെ കാണുവാൻ നമുക്ക് സാധിക്കണം. എന്താണ് ഈ കഫർന്നഹൂമിലെ പ്രത്യേകത? ഈ കഫർന്നഹൂമിലെ വീടുകളെ പോലെ നമ്മുടെ വീടുകളും നമ്മുടെ ഭവനവുമായി തീരണം. നമ്മുടെ ഭവനങ്ങളെ അങ്ങനെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കണം. അതാണ് ഈ കഫർന്നഹൂമിലെ ഭവനം നമ്മളോട് പറയുന്നത്. 2-ാം വാക്യം അതിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. യേശു പിന്നെയും ചെന്ന ചില വീടുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് നമുക്കറിയാം, ബഥാനിയയിലെ ഭവനത്തിൽ യേശു പിന്നെയും ചെന്നു. ഇവിടെ കഫർന്നഹൂമിലെ ഭവനത്തിലും യേശു പിന്നെയും ചെന്നു എന്ന് എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. യേശു നിങ്ങളുടെ ഭവനത്തിൽ പിന്നെയും വന്നിട്ടുണ്ടോ? യേശു എന്റെയും നിങ്ങളുടെയും ഭവനത്തിൽ പിന്നെയും വന്നിട്ടുണ്ടോ? അയ്യോ അച്ഛാ, ഒരിക്കൽ പോലും വന്നിട്ടില്ല, പിന്നാണോ പിന്നെയും എന്നുള്ള ചോദ്യം ആണോ നമ്മളിലുള്ളത്? ഈ നോയമ്പ് കാലങ്ങളിൽ നാം ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. യേശു പിന്നെയും സന്ദർശിക്കുന്ന ഭവനമാണോ എന്റെയും നിങ്ങളുടെയും? നമ്മുടെ ഭവനങ്ങളൊക്കെ ജീവന്റെ ആഘോഷങ്ങളിലേക്ക് നയിക്കുന്ന ബന്ധങ്ങളുള്ള ഭവനങ്ങളായി മാറുവാനായിട്ട് സാധിക്കണം. നാം എന്തൊക്കെ ചെയ്താലും, ഏതെല്ലാം നിലകളിലായാലും, ഏതൊക്കെ ഭാരവാഹിത്യം വഹിച്ചാലും, നമ്മൾ എത്ര കൊടുത്താലും, യേശു പിന്നെയും വരാത്ത വീടാണെങ്കിൽ എന്തു ചെയ്താലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? എന്നോട് ഉൾപ്പെടുകയാണ് ഞാൻ എന്ന് പറയുന്നത്. നമ്മുടെ വീടുകൾ യേശു പിന്നെയും സന്ദർശിക്കുന്ന വീടുകൾ ആയാൽ മാത്രമേ നമ്മുടെ പ്രവർത്തനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? യേശു പിന്നെയും കഫർന്നഹൂമിലെ ഭവനത്തിൽ ചെന്നു. യേശു സന്ദർശിക്കുന്ന ഭവനം എന്ന് പറയുന്നത്, ദൈവം സന്ദർശിക്കുന്ന ഭവനം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉള്ള ഭവനങ്ങളിൽ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥയാണ്. എന്നെ ഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ, യേശു എന്റെ ഭവനം സന്ദർശിക്കണമെന്ന ആഗ്രഹമുള്ളവരാണോ ഞാനും നിങ്ങളും? എങ്ങനെ ദൈവം നമ്മുടെ ഭവനം സന്ദർശിക്കും? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മമ്രയുടെ തോപ്പിൽ അബ്രഹാം ഇരിക്കുമ്പോൾ 3 പുരുഷന്മാർ കടന്നു പോകുന്നു.
അവരെ വിളിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവർ പോകാൻ നേരം എളുപ്പം കൂടിയ സമയം അവർ പോകാൻ നേരം പറയുന്നു, അടുത്ത കൊല്ലം ഈ സമയം ഞങ്ങൾ പിന്നെയും ഈ ഭവനത്തിൽ വരും. ദൈവമക്കളെ സ്വീകരിക്കുന്ന ഭവനമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. വീണ്ടും സന്ദർശിക്കുന്ന ഭവനമാക്കി തീർന്നു. ഖാനാവിലെ കല്യാണം യേശുവിനെ ക്ഷണിക്കുമ്പോൾ യേശു ഭവനത്തിൽ ചെല്ലുന്നു, അവിടുത്തെ കുറവുകളെ മാറ്റുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ക്ഷണിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ ഒരു വേദന ഉണ്ടാകുമ്പോൾ, ഒരു കുറവുണ്ടാകുമ്പോൾ അവിടെ യേശു ഉണ്ടാകും. നമ്മുടെ സന്തോഷത്തിൽ നമ്മൾ ക്ഷണിക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളിൽ അവൻ നമ്മുടെ കൂടെ ഉണ്ടാകും. ഖനാവിലെ കല്യാണം അതാണ് വിളിച്ചു പറയുന്നത്. ഈ നോയമ്പിന്റെ ആദ്യത്തെ ദിനത്തിൽ ഖനാവിലെ കല്യാണത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. യേശു ഒപ്പം ഉണ്ടായിരുന്ന ഭവനം, എന്റെയും നിങ്ങളുടെയും ഭവനം അങ്ങനെയുള്ള ഭവനമാണ്. മാർത്തയുടെയും മറിയുടെയും ഭവനം ഒരു വേദനയുടെ സമയത്ത് യേശു പിന്നെയും ആ ഭവനത്തിൽ സന്ദർശിക്കുന്നു. പിന്നീട് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത് യേശു അവൻ ആ വീട്ടിലുണ്ടെന്നുള്ളതായ ശ്രുതി ഉണ്ടായി. രണ്ടാമത്തെ വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നത്. ആരാണ് നമ്മുടെ വീടിന്റെ അന്തസ്സ്? യേശു നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ ശ്രുതി ഉണ്ടാകും. എല്ലായിടത്തും പകരും യേശു വസിക്കുന്ന ഭവനമാണ് ഈ ഭവനമെന്ന്. ഇന്ന് നമ്മുടെ വീടിന്റെ ശ്രുതി എങ്ങനെയാണ് പകരുന്നത്? യേശുവുള്ള വീടിന്റെ പ്രത്യേകത എന്താണ്? അവിടെ വാതിൽ പോലും സ്ഥലമില്ലായിരുന്നു എന്നാണ് കാണുന്നത്. അവര് പലരും വന്നുകൂടി. യേശു ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആളുകൾ കൂടി. യേശു